നമസ്കാരം. ഇങ്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA മാർ ആരൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. ഇന്ന് ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ, എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന MLA മാർ ആരൊക്കെ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിയവരിൽ അഞ്ചാമത് ഒരു മന്ത്രിയാണ്. താനൂരിൽ നിന്ന് ജയിച്ച് കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ വി അബ്ദുറഹ്മാനാണത്. 985 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF സ്വതന്ത്രനായി അബ്ദുറഹ്മാൻ വിജയിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. കുറഞ്ഞ ഭൂരിപക്ഷം നേടിയവരിൽ നാലാമത് തൃശൂരിൽ നിന്നുള്ള CPI അംഗമായ P ബാലചന്ദ്രനാണ്. വെറും 946 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ബാലചന്ദ്രന് 2021 ലഭിച്ചത്. ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് മഞ്ചേശ്വരത്ത് നിന്നുള്ള UDF MLA AKM അഷറഫ് ആണ്. BJPയുടെ K സുരേന്ദ്രനെ 745 വോട്ടുകൾക്കാണ് അഷറഫ് പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, ഇത്തവണ BJP ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് മഞ്ചേശ്വരം. കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ആളുടെ കണക്ക് അല്പം രസകരമാണ്. കുറ്റ്യാടിയിൽ നിന്നുള്ള CPIM MLA KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററാണ് രണ്ടാം സ്ഥാനത്ത്. 333 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ഇനി ഈ പട്ടികയിൽ ഒന്നാമത്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ MLA ആരാണെന്ന് നമുക്ക് നോക്കാം. അത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ലീഗ് MLA നജീബ് കാന്തപുരമാണ്. ഇടത് സ്വതന്ത്രനായ KPM മുസ്തഫയെ നജീബ് കാന്തപുരം തോൽപ്പിച്ചത് വെറും 38 വോട്ടിനാണ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 38 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് വളരെ ചെറുതാണ്. അപ്പോഴാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം ആവേശത്തിലാക്കിയ ഒരു മത്സരം പെരിന്തൽമണ്ണയിൽ നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ.